Hi, God bless you all of you. How are you all? It's me, Shinu Sheikh Abul Qadar. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കീപ് അവർ റിലേഷൻസ്. നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. നമ്മൾ എല്ലാവരും ബന്ധങ്ങൾ മെയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓരോ ആൾക്കാരെ പരിചയപ്പെടുകയും അവരുമായി നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷെ നമുക്ക് എന്താ അറിയില്ല, ഇത് ഭംഗിയായിട്ട് പരിപാലിക്കാൻ അറിയില്ല. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കാലം എന്താണ് നാരായണത്തും പ്രാണത്തും ചെയ്യുന്ന പോലെ കുറേ നേരം വെള്ളം കോരും, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ലാസ്റ്റ് കുടയിട്ട് ഉടയ്ക്കുന്നു പറഞ്ഞ പോലെയാണ് നമ്മൾ ചില ആൾക്കാരുടെ അവസ്ഥ. ബന്ധങ്ങൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നു എന്നതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബന്ധങ്ങൾ എങ്ങനെ സൂക്ഷിക്കുക, എങ്ങനെ നിലനിർത്തുക. ജീവിതകാലം മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ നമ്മുടേത് മാത്രമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വേറൊരു വ്യക്തി നമ്മളോട് ചോദിച്ചു, ഒരു കാറ്ററിംഗുകാരൻ്റെ എക്സാമ്പിളാണ്, ഒരു കാറ്ററിംഗുകാരൻ്റെ നമ്പർ തരുമോ, ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാറ്ററിംഗുകാരൻ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആദ്യമൊക്കെ ഭംഗിയായിട്ട് പോവും. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രൈസിൽ ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷിൽ എന്തെങ്കിലും അദ്ദേഹം നമ്മളോടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹം പറയും, എന്നോട് ചോദിച്ചില്ല, ചോദിക്കാതെയാണ് ചെയ്തത്. എന്തെങ്കിലും ചെറിയൊരു റീസൺസ് വന്നിട്ട് ആ തേർഡ് പേഴ്സൺ നമ്മൾ ഇത്ര നാൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയായിട്ട് ഒരു സംഭാഷണം ഉണ്ടായിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ട് നമ്മളൊരു 10 വർഷം കൊണ്ട് ബിൽഡ് ചെയ്ത ബന്ധം ചിലപ്പോൾ ഒരു 2 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ക്യാരം ബോർഡ് അടിച്ച പോലെ ആക്കിയിട്ട് പോകും. അപ്പോൾ ലോസ് ആർക്കാണ്? നമുക്കാണ്. അവർക്ക് കുഴപ്പമില്ല. അവരാ ജസ്റ്റ് അവരുടെ കുറ്റമല്ലത്. അവർക്ക് നോക്കുമ്പോൾ അവരുടെ ബന്ധമല്ല, നമ്മുടെ ബന്ധമാണ്. അവർക്കപ്പോൾ നോക്കേണ്ടത് ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് സർവീസ്, അത് മാത്രമേ അവർ നോക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിന് ആവശ്യമുണ്ടാവും, പല ബന്ധങ്ങൾ വേറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വക സംഭവങ്ങൾക്ക് നിൽക്കരുത്. ഇനി വേറെ എക്സാമ്പിൾ പറയാം, തികച്ചും എക്സാമ്പിളാണ്, മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ആരെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവും. അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ആരെങ്കിലും പരിചയമുള്ള മെക്കാനിക്കുണ്ടോ, അല്ലെങ്കിൽ വണ്ടി ഒന്ന് പഞ്ചറായിട്ടുണ്ട്, ആരെങ്കിലും പരിചയമുള്ള പഞ്ചർ പഞ്ചർ സർവീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നമ്പർ കൊടുത്താൽ ആ കൊടുക്കുന്ന വരെ അവർ നമ്മുടെ അടുത്ത് ഭയങ്കര പൊളൈറ്റായിരിക്കും, ഭയങ്കര വിനയത്തോടെ നമ്പറൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ കിങ് ആവും, നമ്മൾ സർവീസ് ചെയ്യുന്ന ആൾക്കാരായി മാറും ഓട്ടോമാറ്റിക്കായിട്ട്. എവിടെയാണ് നിൻ്റെ പാർട്ടി, വരാൻ കൊണ്ട് വന്നില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയല്ലോ, ഞാൻ ഒരു അരമണിക്കൂറായി 3/4 മണിക്കൂറായി നിൽക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയിട്ടുണ്ടാവും. എക്സാമ്പിളാണ്. അപ്പോൾ ആ ഡിലേ ആയതിൻ്റെ പേരിൽ നമ്മളെ ഫയർ ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാ പേരിൽ പരിചയപ്പെടുന്നു, ഞാൻ വേറെ ആളെ വിളിക്കില്ലേ, ഞാൻ പെട്ടെന്ന് നടക്കാനാണ് നിന്നെ കോണ്ടാക്ട് ചെയ്തത് എന്നൊക്കെ ഓരോ റീസൺസ് പറയും. അപ്പോൾ അവർക്ക് ആദ്യമേ വേറെ ആളെ വിളിക്കായിരുന്നു, എന്തുകൊണ്ട് നമ്മളെ വിളിച്ചു? അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ഇരുന്ന് ആലോചിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസുകൾ മനസ്സിലാക്കുക, സൂക്ഷിച്ചിട്ട് നമ്മൾ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ബന്ധങ്ങൾ പരിപാലിക്കുക. തീർച്ചയായിട്ടും അവർക്കും നമ്മളെപ്പോലെ തന്നെ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അവരും നമ്മളെപ്പോലെ തന്നെ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് ഓർക്കുക. അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായും അവരാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അവരുടെ ബന്ധങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ ബന്ധങ്ങളിൽ അവരെന്ത് ചെയ്യും, വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത ആൾക്കാരുടെ അടുത്ത് അവർ ഷൗട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടം നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പേരും സംഭവങ്ങളും പോയി കിട്ടും. സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പിന്നെയും വിലയില്ലാത്ത ആൾക്കാരായി മാറും. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ മിസ്യൂസ് ചെയ്യരുത്. നമുക്ക് വേണ്ടി ഉപയോഗിക്കുക, നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കാറ്ററിംഗ് വിളിക്കുക, നമ്മൾ നടത്തുക. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കീപ് സൈലൻ്റ് ആവുക. സൈലൻ്റ് ആവുന്നതാണ് ഏറ്റവും ബുദ്ധി. ഓക്കെ, ഫൈൻ. താങ്ക് യു. ഇറ്റ്സ് മീ ഷീനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഗോഡ് ബ്ലസ് യു ഓൾ.